കോട്ടയം ജില്ലാ ക്ഷീര കർഷക സംഗമത്തിന് തമ്പലക്കാട്ട് തുടക്കമായി. 3 ദിവസങ്ങളിലായി നടത്തുന്ന സംഗമത്തിൽ ജില്ലയിലെ 72 പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന 272 ക്ഷീരസംഘങ്ങളിലെ അംഗങ്ങൾ പങ്കെടുക്കും. രാവിലെ സംഗമത്തിന് മുന്നോടിയായി ക്ഷീരയാനം വിളംബര ജാഥ തമ്പലക്കാട്ട് ക്ഷീരസംഘം പരിസരത്തു നിന്നും ആരംഭിച്ചു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് വിളംബര ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്ഷീരമേഖലയ്ക്ക് ഏറെ ആശ്വാസം പകരുന്ന നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. ക്ഷീരമേഖലയ്ക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആശ്വാസകരമായ നടപടികളുമായി സംസ്ഥാന ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്ന വേളയിൽ ക്ഷീരമേഖലയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനും പുതിയ സാധ്യതകൾ തിരിച്ചറിയാനും ഒക്കെ പ്രയോജനപ്രദമാകുന്ന ഒരു സംഗമമായി ഇത് മാറുകയാണ്. ആ സംഗമത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ക്ഷീരസംഗമ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഈ ഒരു വിളംബര ജാഥ നിങ്ങളുടെ എല്ലാ അനുഭവത്തോടെ ഏറെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. തമ്പലക്കാട് ക്ഷീരസംഘം പരിസരത്തു നിന്ന് ആരംഭിച്ച ക്ഷീരയാനം വിളംബര ജാഥ കാഞ്ഞിരപ്പള്ളി കുരിശങ്കൽ ജംഗ്ഷനിൽ എത്തി ടൗൺ ചുറ്റി തിരികെ ക്ഷീരസംഘം പരിസരത്ത് എത്തി. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് അജിത രതീഷ്, വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി, ക്ഷീരവികസന വകുപ്പ് ജില്ലാ ഡയറക്ടർ CR ശാരദ, ക്വാളിറ്റി കൺട്രോളിംഗ് ഓഫീസർ ജാക്വലിൻ ഡൊമിനിക്, ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ TS ഷിഹാബുദ്ദീൻ, തമ്പലക്കാട് നോർത്ത് ക്ഷീരസംഘം സെക്രട്ടറി സണ്ണി ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. നാളെ രാവിലെ 10 മണിക്ക് കന്നുകാലി പ്രദർശന മത്സരം, ഡയറി എക്സിബിഷൻ എന്നിവ നടക്കും. 23-ാം തീയതി രാവിലെ 11:30 പൊതുസമ്മേളനത്തിൽ ക്ഷീരസംഗമവും ഓണമധുരം പദ്ധതിയും മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.